again, welcome to Chick Drama Tales, and it's me, Yoshivani. So let's see how this rainy day fixed my productivity. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴക്കാറായതുകൊണ്ട് വെട്ടം കുറവാണ്. കൂടാതെ ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് എനിക്കിന്ന് കോളേജൊന്നുമില്ല. സോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല രീതിക്ക് അങ്ങ് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ സ്റ്റേ ഇൻ ആൻഡ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. രാവിലെ തന്നെ നല്ല ഇരുട് മൂടിയിട്ടുള്ളതുകൊണ്ട് നല്ല റെയിനി വൈബൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കുറച്ചുകൂടി ലേറ്റായിട്ടാണ് എഴുന്നേറ്റ ഉടനെ സ്റ്റേഷൻ കിട്ടാത്തത് കൊണ്ട് കുറച്ച് നേരം പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരുന്നു. ഇന്ന് ഇതേ ഇരിപ്പ് തുടരണ്ടെന്ന് വിചാരിച്ച് ബെഡ്ഷീറ്റൊക്കെ നേരിട്ടങ്ങ് സെറ്റാക്കി. രാവിലത്തെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ആസ് യൂഷ്വൽ മുടിയിലായിരിക്കും. അതങ്ങ് ഒതുക്കി കിട്ടിയാൽ ബാക്കി പരിപാടികൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. ആക്ച്വലി ടുഡേ മൈ ഹെയർ ഈസ് ഹെയറിങ് യാർ. സാധാരണ പുറത്ത് പോകുമ്പോഴൊക്കെ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നോക്കിയാലൊന്നും എൻ്റെ തലയിൽ താജ്മഹലൊന്നും വരില്ല. ഫൈനലി ഇന്ന് എങ്ങനെയോ അടങ്ങിയിരിക്കുന്നുണ്ട് എൻ്റെ മുടി. ഫ്രഷ് ആയതിനു ശേഷം ക്ലീനിങ് പരിപാടിയിൽ ആദ്യം പോയത് ആസ് യൂഷ്വൽ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പോർഷൻ. ഞാൻ കൂടുതൽ വീഡിയോസും ഡാൻസും അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അത്യാവശ്യം വെളിച്ചമൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഡൈനിങ് ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് ശേഷം ഡൈനിങ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അതിൻ്റെ ഇടക്കാണ് ഈ കരണ്ട് പോക്ക്. ഞാൻ വിട്ടുകൊടുക്കുമോ, ആ കർട്ടൻ ഞാനങ്ങ് നീക്കിയിട്ട്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടപ്പുട്ടാണ്. വൺ ഓഫ് മൈ ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റ്. മമ്മിയുടെ സ്പെഷ്യലാണ്. ആദ്യം അതിന് വേണ്ടിയുള്ള മസാലയൊക്കെ ഉണ്ടാക്കുക. അതിന് ശേഷം 2 മുട്ട അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ പുട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് മിക്സാക്കി കൂടെ. സിമ്പിളല്ലേ, പ്രത്യേകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. പുറത്ത് നല്ല പെരുമഴ, എവിടെയും പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് എൻ്റെ അടുത്ത് അത്യാവശ്യം ബുക്സ് ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ല, കുറേതൊക്കെ അമ്മ വീട്ടിലായിപ്പോയി. സോ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കുറച്ചൊക്കെ ഇരുന്ന് വായിച്ചു. കുറേ മുൻപ് എനിക്ക് ഈ ബുക്സിനോടൊക്കെ അഗാധമായ പ്രണയമായിരുന്നു. എവിടെ കണ്ടാലും പോയാൽ ഞാൻ ഈ ബുക്ക് വാങ്ങും. ഒരു ബുക്ക് അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ. ബട്ട് ഇപ്പോൾ നല്ല ശീലങ്ങളൊക്കെ എവിടെയൊക്കെയോ പോയി. സാരമില്ല, തിരിച്ച് കൊണ്ടുവരാന്നേ. അങ്ങനെ കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഡാൻസിൻ്റെ വീഡിയോസ് എടുക്കാമെന്ന് വെച്ചു. സംഭവം ഇപ്രാവശ്യം ഒറ്റ ടെക്കിൽ കിട്ടി. അങ്ങനെ ഉച്ചയ്ക്ക് എന്തോ കേർഡ് റൈസ് ഇല്ലെങ്കിൽ തൈര് സാധം കഴിക്കുന്ന ഒടുക്കത്തെ ക്രേവിങ്സ്, മനുഷ്യൻ്റെ ഓരോ ആഗ്രഹങ്ങളെ. അങ്ങനെ അതും കഴിച്ചു. പിന്നെ ഈവനിങ് ചായയും ബിസ്ക്കറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർത്തത് ഒരാൾ എന്നെ നോക്കിച്ചിരിക്കുന്നത്. ഒന്നും നോക്കിയില്ല, അറ്റാക്ക് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കിത് തന്നതാണ് വരുന്ന വഴിക്ക്. എനിവേ, താങ്ക്സ് മൈ ഡിയർ ഫ്രണ്ട് ഫോർ ഗിവിങ് ദിസ്. അപ്പോൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്നത് പോലെ വളരെ നല്ല കുട്ടികളായിട്ടാണ് ഞാനും ശിവയും അൺപാക്ക് അല്ലെങ്കിൽ അൺബോക്സ് എന്തേലും ആവട്ടെ. എന്നെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ശിവക്കാണ്. സ്വല്പം സെൽഫ് കെയർ ആവാമെന്ന് വിചാരിച്ചു. ദെൻ സെൽഫ് കെയർ ഇല്ലെങ്കിൽ സെൽഫ് ലവ്. നമ്മളെ ആരും കെയർ ചെയ്തില്ലെങ്കിൽ നമ്മളെ തന്നെ കെയർ ചെയ്യണം. അല്ല പിന്നെ അങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഞാൻ ഫ്രഷ് ആവാൻ പോയി. ആൻഡ് അത്യാവശ്യം നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, എഴുതാനൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബേസിക്കലി ഞാനൊരു ഔൾ ടൈപ്പ് പേഴ്സണാണ്. അതുകൊണ്ട് രാത്രിയിലെ ഈ പഠിക്കാനൊക്കെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര സുഖം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.